എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഏജ് കഴിഞ്ഞ് തുടങ്ങിയാൽ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? റിങ്കിൾസ്, കണ്ണിനടിയിലെ കറുപ്പ്, കണ്ണിന് ചുറ്റുമുള്ള എന്താ പറയുക ചുളിവുകൾ, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, കരിമങ്കല്യം ഉണ്ടാവുക. ആദ്യം കറുത്ത പാടുണ്ടാവും, പിന്നെ അത് കൂടി കൂടി വന്ന് നല്ല ഡാർക്കായിട്ട് വരും. വെയിൽ കൊള്ളാൻ പറ്റത്തില്ല, വെയിലത്ത് പോകാൻ പറ്റത്തില്ല. സ്കിന്നിനൊക്കെ ചുളിവ് വരാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മാറിപ്പോകും അല്ലേ, ഒരു ഭംഗികേട് തോന്നും. പ്രധാനമായിട്ടും കണ്ണിനടുവൊക്കെ ചുളിവുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അതാർക്കും അറിയത്തില്ല. ഇപ്പോൾ പുതിയ ആരും അതിനൊന്നും സമയം കണ്ടെത്താറില്ല. എല്ലാവരും വെളിയിൽ കിട്ടുന്ന ക്രീം വാങ്ങിച്ചങ്ങ് തേക്കുകയാണ് ചെയ്യുന്നത്. റിസൾട്ട് ഉണ്ടോ? അതില്ല താനും, ശരിയല്ലേ? പല പല ക്രീമുകൾ, ഒരു ക്രീം കൊണ്ട് തേച്ചിട്ട് ഒന്നും റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ക്രീം വാങ്ങിക്കും. അത് തേച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അടുത്ത ക്രീം വാങ്ങിക്കും. അങ്ങനെ നൈറ്റ് ക്രീമുകളും ഒക്കെ വാങ്ങിച്ച് തേച്ച് ഒരു പ്രയോജനമുണ്ടോ? അതൊട്ടില്ല താനും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരുപാട് ക്രീമുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു നൈറ്റ് ക്രീം തയ്യാറാക്കിയെടുക്കാം. റിങ്കിൾസിനുള്ളതും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കരിമങ്കല്യം, കരിവാളിപ്പ് മാറാനായിട്ടും കരിമങ്കല്യമൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ടും ഒക്കെ ഉള്ള നൈറ്റ് ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് പേര് പൈസ കൊടുത്ത് നൈറ്റിൽ രാത്രിയിൽ കിടക്കാൻ നേരത്ത് തേക്കാനുള്ള ക്രീമുകളൊക്കെ മേടിച്ച് വെറുതെ കാശ് കളയാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ചെയ്ത് നോക്കി, നമുക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് തന്നെ നോക്കാം. നല്ല രീതിയിൽ ഗ്ലോ കിട്ടുന്ന അടിപൊളിയൊരു നൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് തേക്കും തോറും നമ്മുടെ മുഖത്തെ ഗ്ലോ കൂടിക്കൂടി വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. വെറുതെ നമ്മൾ ക്രീമുകളൊക്കെ വാങ്ങിച്ച് കാശ് കളയുന്നതിലും ഭേദം വയസ്സായാലും 60 വയസ്സായാലും ഒക്കെ നമ്മുടെ സ്കിന്ന് ഇതുപോലെ ഗ്ലോ ചെയ്യും. പാടുകളും കലകളും ഒക്കെ മാറി, കരിമങ്കല്യം ഒക്കെ മാറി, എല്ലാം മാറിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആകാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു വൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് മറ്റുള്ളവർക്കും കിട്ടട്ടല്ലേ. അപ്പം നല്ലൊരു നിറഞ്ഞ മനസ്സോടു കൂടി തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ല കേട്ടോ. അപ്പം ഇത് കണ്ടോ, നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്ന ഈ ഒരു നൈറ്റ് ക്രീം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. പക്ഷെ എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പല പല ക്രീമുകളുടെയും പുറകെയാണല്ലേ. എല്ലാവരും കാശ് കൊടുത്ത് ക്രീമിനൊക്കെ ആണെങ്കിൽ നല്ല വിലയുമാണ്. എന്നിട്ട് വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാലോ അതിനിട്ട് റിസൾട്ടും കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്യും? അടുത്തൊരു പരസ്യം കാണുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ പുറകെ പോകും അല്ലേ. അപ്പം ഇങ്ങനെയാണ് എല്ലാവരും പൊതുവേ ചെയ്തു പോകുന്നത്. ഇപ്പം നമ്മുടെ മുഖത്തെ റിങ്കിൾസ് കുറയാനായിട്ടും റിങ്കിൾസൊക്കെ കുറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് പ്രായക്കുറവ് തോന്നിക്കുമല്ലോ. അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനായിട്ടും ഒക്കെയുള്ള നൈറ്റ് ക്രീം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റോസാപ്പൂ വേണം. ഇത് ചുമല കളറുള്ളതോ അല്ലെങ്കിൽ റോസ് കളറുള്ളതോ അങ്ങനത്തെ കളറുള്ള ഏതെങ്കിലും റോസ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന റോസ് കളറുള്ള റോസാപ്പൂവാണ് കേട്ടോ. പിന്നെ നമുക്കിതിനകത്തേക്ക് ഒരു വളരെ ചെറിയ പീസ് ബീട്രൂട്ടാണ് വേണ്ടത് കേട്ടോ, ചെറിയ പീസ്. അപ്പോൾ ഇതെല്ലാം കഴുകിയാണ് ഞാൻ വെച്ചേക്കുന്നത്. നിങ്ങളും കഴുകി തന്നെ എടുക്കണം, എല്ലാം കഴുകി എടുക്കണം കേട്ടോ. നമ്മൾ ഫേസിലിടാനുള്ള സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് കഴുകി നല്ലതായിട്ട് എടുക്കണം. അപ്പം ഒരു 4 ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. വളരെ ചെറിയ പീസാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ചെത്തിപ്പൂവാണ്. ചുമല ചെത്തിയോ അല്ലെങ്കിൽ ഓറഞ്ച് ചെത്തിയോ ഏത് വേണമെങ്കിലും ചെത്തിപ്പൂ എടുക്കാം. വെള്ള ചെത്തിയൊന്നും എടുക്കണ്ട. ഈ ഒരു കളറുള്ള ചെത്തിയോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കളറുള്ള ചുമല ചെത്തിപ്പൂവോ ഒക്കെ എടുക്കാം നിങ്ങൾക്ക് കേട്ടോ. ഇത്രയും ചെത്തിപ്പൂ വേണം. അതായത് ചുമല ചെത്തിയോ അല്ലെങ്കിൽ റോസോ ഓറഞ്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെത്തി ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. വെള്ളയൊന്നും എടുക്കരുത് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് കഴുകിയിടുന്നത് ഇത്രയും ഇങ്ങനെ കൈ പിടിക്കാനുള്ള ഇത്രയും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത്രയും കുറച്ച് ഉണ്ടാക്കി വെച്ച് നോക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി ഉണ്ടാക്കി വെക്കാം. പിന്നെ നമുക്ക് വേണ്ട അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ പൗഡറാണ്. ഇത് 2 രൂപയുടെ സാഷ പാക്കറ്റാണ് വേണ്ടത്, അതെടുത്തിട്ടുണ്ട്.
പിന്നെ വേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവറുമാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു ചെറിയൊരു കപ്പിന് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ 1.25 കപ്പ് വെള്ളം മതി കേട്ടോ. വലിയ കപ്പ്, മെഷർമെൻറ്റിൻ്റെ വലിയ കപ്പില്ലേ, അതിൽ 1.25 കപ്പ് വെള്ളം വേണം. അത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ധാരാളം കൊളാജനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കാപ്പിപ്പൊടി. കാപ്പിക്കുരുവിനകത്തൊക്കെ നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. നമുക്കൊരു 1.5 കപ്പ് വെള്ളം എടുത്തു. 1.5 കപ്പ് വെള്ളം വേണം എന്തായാലും കേട്ടോ. 1.5 കപ്പ് വെള്ളം വേണേ. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചെത്തിപ്പൂവ് വെറുതെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചെത്തിപ്പൂ ഇട്ട് കൊടുക്കുക. അടുത്തത് വേണ്ട നമ്മുടെ ബീട്രൂട്ടിൻ്റെ പീസ്. ബീട്രൂട്ടിൻ്റെ പീസ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ റോസാപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 റോസാപ്പൂ എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം ഈ ചെത്തിപ്പൂവ്, റോസാപ്പൂവ്, അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട്, കോഫി, ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഈ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങിക്കിട്ടണം. അപ്പോൾ തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ റോസാപ്പൂവും ചെത്തിപ്പൂവും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും ബ്രൂവും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം കിടന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയത്തില്ല. റോസാപ്പൂവും അതുപോലെ തന്നെ ചെത്തിപ്പൂവും ബീട്രൂട്ടും ഒക്കെ സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. നമ്മൾ ഇതുകൊണ്ടൊക്കെ ഓയിൽ ഉണ്ടാക്കാറുണ്ടല്ലേ. ഓയിൽ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റിനകത്തൊക്കെ ഇത് ചേർക്കുന്നതാണ് കേട്ടോ. ഈ ചെത്തിപ്പൂവ്, ക്യാരറ്റിൻ്റെ ജ്യൂസ്, അതുപോലെ തന്നെ പിന്നെ ബീട്രൂട്ട് ജ്യൂസ് ചേർക്കും. അങ്ങനെ ഒത്തിരി. നമ്മളിപ്പോൾ ഇത് ബീട്രൂട്ടാണ്, അതിനകത്ത് ക്യാരറ്റും കൂടെ നമുക്ക് വേണം ചേർക്കാം. അതുപോലെ തന്നെ റോസാപ്പൂവും ചെത്തിപ്പൂവും കോഫി പൗഡറും ഒക്കെ. ഇപ്പോൾ തന്നെ കോഫി പായ്ക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ. കോഫി ക്രീമുകൾ, കോഫി പായ്ക്കുകൾ, മുഖത്തിടുന്ന പായ്ക്കുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റിനകത്തൊക്കെ ഇതെല്ലാം ചേർക്കുന്നതാണ്. നല്ല രീതിയിൽ നമുക്ക് സ്കിന്നിന് റിങ്കിൾസ് കുറയാനായിട്ടും ബ്രൈറ്റ്നെസ് കൂടാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നൈറ്റ് ക്രീം തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. അപ്പം നല്ലതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. തണുപ്പിച്ചെടുത്താൽ മതി. നമ്മൾ വെള്ളത്തിൻ്റെ പുറത്ത് വെച്ച് ആറ്റി വേഗം തണുപ്പിച്ചെടുത്താൽ മതി. നമ്മൾ ഈ തണുപ്പിക്കാൻ വെച്ചത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫ്ലവറാണ് കേട്ടോ. അപ്പം രണ്ട് ടീസ്പൂൺ ചേർത്തോ കേട്ടോ. 2 ടീസ്പൂൺ ചേർത്താൽ മതിയേ. 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കട്ടയായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറഞ്ഞത്. നന്നായിട്ടൊന്ന് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. തീ ഒന്ന് ആദ്യം കൂട്ടി വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും തീ കുറച്ച് വെക്കണം. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ലൊരു ക്രീമി പരുവമാക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇത്രയും കുറുകിയാൽ മതി. ഇനി ഇത് ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. അതുകൊണ്ട് ഇത്രയും ഒരു രീതിയിൽ, ഈ ഒരു രീതിയിൽ നമ്മൾ പാനിയൊക്കെ ശർക്കരപ്പാനിയൊക്കെ ആക്കത്തില്ലേ, അതേ ഒരു പരുവത്തിലുള്ള ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ ഇറക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തണുപ്പിക്കണേ. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. മണമൊക്കെ കാണും കേട്ടോ. നമ്മൾ ഫ്രഷ് അലോവേര ജെല്ല് ചേർക്കുമ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടത്തില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് ചേർത്തത്. ഇത് പച്ചയും കിട്ടും വെള്ളയും കിട്ടും. ഈ പച്ച അലോവേര ജെല്ലിനകത്ത് കുറച്ച് സാധനങ്ങളുടെ മിക്സ് ആയതാണ് കേട്ടോ. ഞാനിതേണ്ട കൊച്ചു കുപ്പി വാങ്ങിച്ചിട്ട് എനിക്ക് മുഖത്ത് തേക്കാനായിട്ട് പായ്ക്കിനകത്തൊക്കെ ഇട്ടിട്ട് അത് തീരാറായി. അപ്പം ഇത് മൊത്തം നമുക്ക് അതിനകത്തേക്ക് ചേർത്തേക്കാം, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അലോവേര ജെല്ല് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണം എടുക്കാം. ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ജൊജോബ ഓയിൽ, വെളിച്ചെണ്ണ, മറ്റേ നാടൻ വെളിച്ചെണ്ണ. ഇത് നമ്മുടെ എന്താ പറയുക, തേങ്ങാപ്പാലിൽ നിന്ന് ഉള്ള വെളിച്ചെണ്ണയാണ്, അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്താ പറയുക, വൈറ്റമിൻ ഇ ഓയിൽ ഒഴിക്കാം കേട്ടോ. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർക്കാം, ഇല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഓപ്ഷണലാണ്. കാരണം ഇത് ചേർത്താൽ കുറച്ചും കൂടെ നല്ലതാണ്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവരൊക്കെ ചേർക്കണ്ട. പിന്നെ ഇതിൻ്റെ പകരം കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇതിലേത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇതിൻ്റെ ശരിക്കും ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇത് കണ്ടോ, കണ്ടോ, ക്രീം പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ആ കറക്റ്റ് ഇതിൽ ഇറക്കിക്കൊണ്ടാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. കറക്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. നല്ല ഗ്ലോ ആയിരിക്കും മുഖത്ത്. ഇത് തേച്ച് ഡെയിലി തേച്ച് പോകുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും നമുക്ക്. നമ്മളിത് നൈറ്റിൽ നമുക്ക് തേച്ചുകൊണ്ട് കിടക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഫ്രഷ് അലോവേര ജെല്ല് ചേർക്കുവാണെങ്കിൽ ഒരു മണം കിട്ടത്തില്ല. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു അലോവേര ജെല്ല് ചേർക്കുവാണെങ്കിൽ കുറച്ചൊരു മണം കിട്ടും, നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ക്രീമിൻ്റെ ഒരു മണമാണ്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ക്രീമിൻ്റെ പോലത്തെ ബ്യൂട്ടി പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കത്തില്ല, അതിൻ്റെ ഒരു സ്മെല്ലാണ് നമ്മുടെ അലോവേര ജെല്ല് ചേർത്തപ്പോഴത്തേനും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല അലോവേര ജെല്ല് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒഴിച്ചൊരു ഡബ്ബയിലോട്ട് ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരാഴ്ച ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കൈകളിലും കാലുകളിലും ഒക്കെ തേക്കാം. നമുക്ക് കൈകളിലും കാലുകളിലും ഒക്കെ തേക്കാം. നല്ല സോഫ്റ്റും ആവും, സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നല്ല ഷൈനിങ്, നല്ല ഗ്ലോ കിട്ടും, റിങ്കിൾസ് കുറയും. ഇതിനെല്ലാത്തിനും നല്ല നൈറ്റ് ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്രീമാണ്. അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് ഫേസിൽ തേച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലൊന്ന് തേച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാൻ ഫേസിൽ തേച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റ് ക്രീം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട സാധനമാണ്. ഫ്രീസറല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ. ഇതിനകത്ത് നല്ല സ്മെല്ലാണ്. അപ്പോൾ ഈ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം പോലത്തെ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഞാൻ അതിനകത്തേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച നല്ല അലോവേര ജെല്ലാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള അലോവേര ജെല്ലായിരുന്നു. അപ്പോൾ അത് നല്ലൊരു മണമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീമിനകത്തോട്ട് നമ്മൾ അത് ആഡ് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ക്രീമിൻ്റെ പോലെ ബ്യൂട്ടി പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സ്മെല്ല് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. അപ്പം ഞാനിത് മുഖത്ത് തേച്ച് കാണിക്കാം എങ്ങനെ. അപ്പം ഞാൻ നമ്മുടെ റോസ് വാട്ടർ വെച്ചിട്ടാണ് എൻ്റെ ഫേസ് ഒന്ന് തുടച്ചെടുക്കുന്നത്. ഇതൊരു സ്കിൻ ടോണറോടാണ് കേട്ടോ, ക്ലേ ടോണറാണ് കേട്ടോ, സ്കിൻ ടോണറാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് തുടച്ചെടുക്കാം. ഫേസിൽ മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. ആ കൂടെ ഞാനൊന്ന് കണ്ണെഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ഇപ്പോൾ ഒന്ന് തുടച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ മുഖം നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷമേ നമ്മൾ ഈ ഒരു നൈറ്റ് ക്രീം രാത്രിയിൽ തേച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് കൈ ഇട്ടെടുക്കരുത്. ഇതുപോലൊരു സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് സ്പൂണ് കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സ്പൂണുകൾ ഉപയോഗിച്ച് എടുക്കുക. വെള്ളമായി ഉള്ള സ്പൂൺ ഇടരുത്. പിന്നെ രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ ഉണങ്ങിയിരിക്കണം ഈ സ്പൂണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കയ്യിലോട്ട് കുറച്ച് എടുത്തിടാം. കൈയുടെ വെള്ളയിലോട്ട് കുറച്ചെടുത്ത് നമുക്കിതുപോലെ എന്നിട്ട് നമ്മൾ ക്രീമൊക്കെ തേക്കുന്ന പോലെ തന്നെ ഇവിടെ മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും.
അപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ വേണം നിങ്ങൾ ഇത് തേക്കാനായിട്ട് കേട്ടോ. ഇത് നമുക്ക് മൊത്തം തേക്കാം. ചില നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീമുകൾ എന്താ, നമുക്ക് കണ്ണിന് അടി തേക്കത്തില്ല, കണ്ണിന് ചുറ്റിനും തേക്കത്തില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ക്രീം ആയതുകൊണ്ട് നമുക്ക് കണ്ണിന് ചുറ്റിനും തേക്കാം, അതുപോലെ തന്നെ കഴുത്തിൽ തേക്കാം. റിങ്കിൾസൊക്കെ കുറയാൻ ഏറ്റവും നല്ലതാണ്. കഴുത്തിൽ, പുറകുവശത്ത്, കൈകളിൽ, ഇതുപോലെ കൈകളിലൊക്കെ തേക്കാം. ഇങ്ങനെ മൊത്തം കയ്യിൽ മൊത്തം നമുക്ക് തേക്കാം. എവിടെ വേണമെങ്കിലും നമുക്കിത് തേക്കാവുന്നതാണ്. ഒരുപാട് നൈറ്റ് ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. അപ്പം നമ്മൾ ഈ ഒരു ക്രീം തേച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന്, ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെറുതെ ഒരു മസാജ്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു മസാജ് നിങ്ങൾ ഈ ഒരു ക്രീം തേച്ചതിന് ശേഷം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മിനിറ്റ്, 1-2 മിനിറ്റ് മാക്സിമം. അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് ശേഷം നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ആകാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് അബ്സോർവ് ആവാനും നല്ലതാണ്. പിന്നെ നമ്മൾ രാത്രി മുഴുവൻ ഇത് തേച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് തേച്ചിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേച്ചിട്ട് കിടക്കാം, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക. മോതിര വിരൽ വെച്ച് ഇങ്ങനെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് മസാജ് കൊടുക്കുക. റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഏറ്റവും നല്ലൊരു ക്രീമാണ് ഇത്. നമ്മൾ തേക്കും തോറും നമ്മുടെ റിസൾട്ട് കൂടിക്കൂടി വരും. നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടും നമ്മുടെ ഫേസിനല്ല സ്കിന്നിന് മൊത്തമേ. നമ്മൾ എവിടെയൊക്കെ തേക്കുന്നോ അവിടെ എല്ലാം നല്ല രീതിയിലുള്ള ആ മൊരിച്ചിലൊക്കെ മാറി കിട്ടും. സ്കിന്ന് നല്ല തിളക്കമുള്ളതായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. 1-2 മിനിറ്റ്, 2 മിനിറ്റോളം മസാജ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഇതിനുശേഷം നമ്മൾ ഇതങ്ങ് ഉണങ്ങിക്കോളും, നമ്മുടെ മുഖത്തിരുന്ന് തന്നെ ഇത് ഉണങ്ങിക്കോളും. അതിനുശേഷം നമുക്ക് കിടന്നുറങ്ങാൻ രാത്രിയിൽ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീമുകൾ എന്താണ്, നമ്മൾ രാത്രി തേച്ചിട്ട് കിടക്കുമല്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് തേച്ചിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. കഴുത്തിലോ കയ്യിലോ എവിടെ വേണേലും ഇത് ഇതുപോലെ തേക്കാം. നമ്മുടെ ആ അലോവേര ജെല്ലൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ ആ ക്രീം തേക്കുന്ന പോലത്തെ ഒരു സ്മെല്ലാണ് നമുക്ക്. വേറെ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് കഴുകുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. സ്കിന്ന് നല്ലൊരു തിളക്കം നമുക്ക് കിട്ടും. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും. ഇത് പതിവായി യൂസ് ചെയ്യുന്ന ചിലവർക്ക് ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമാണ്. ഇപ്പോൾ എൻ്റെ മുഖത്തൊക്കെ തേച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം കഴിക്കണമെന്നില്ല, നല്ലൊരു തിളക്കം പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലവരുടെ സ്കിന്നിന് അങ്ങനെ വരും. പക്ഷേ ചില ആൾക്കാരുടെ സ്കിന്നിന് ഭയങ്കര ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്കൊക്കെയാണ് കുറച്ച് ദിവസങ്ങൾ പിടിക്കും. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം പല നൈറ്റ് ക്രീമുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാറി നമുക്ക് തേക്കാം. ഇപ്പോൾ ഒരു മാസം ഈ ഒരു ക്രീം തേച്ചതിന് ശേഷം പിന്നെ വേറൊരു ക്രീം നമുക്ക് ഉണ്ടാക്കി തേക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഇതെല്ലാം നാച്ചുറലാണ്, യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വരുന്നില്ല. അപ്പോൾ സ്കിന്നിന് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രീം തയ്യാറാക്കണം. ഇത് നമുക്ക് ഇതുപോലെ അടച്ച് ഇങ്ങനെ ഒരു ഡബ്ബകളെ മിക്ക വീടുകളിലും കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ താഴെ സൂക്ഷിക്കുക, ഫ്രീസറല്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പം നല്ല രീതിയിൽ അവിടെ ഇരുന്നുള്ളൊരു കുഴപ്പമില്ലാതെ ഒരാഴ്ച വരെ 7 ദിവസം വരെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ തയ്യാറാക്കി വെക്കാം. നമുക്ക് വലിയ പാടും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾ കണ്ടല്ലേ, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം. ഈ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. ഇതുകൊണ്ട് തന്നെ ഒത്തിരി ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പം നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഈ മുഖം നോക്കി നല്ലൊരു തിളക്കമല്ലേ ഇത് തേച്ച് കഴിയുമ്പം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മളിത് തേച്ച് പോയി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം നമുക്ക് കിട്ടും. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആകുകയും ചെയ്യും. റിങ്കിൾസൊക്കെ കുറയുകയും ചെയ്യും. നല്ലൊരു തിളക്കം നമ്മുടെ സ്കിന്നിന് കിട്ടും. നിങ്ങൾ നോക്കിയേ എന്തൊരു തിളക്കമാണെന്ന് നോക്കിയേ ഇതുപോലെ തേച്ച് കഴിഞ്ഞാലായിട്ട്. അപ്പോൾ ഇത് ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്തെ ഇതുപോലെ തേച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ കഴിക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല തിളക്കമുള്ള സ്കിന്നായിട്ട് കിട്ടും.
50 വയസ്സായാലും 60 വയസ്സായാലും ഒക്കെ നമ്മുടെ സ്കിന്ന് ഇതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു ക്രീം ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. നല്ല രീതിയിൽ നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ക്രീമാണ്. പലതരം ക്രീമുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിലൊരു ക്രീമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ.